മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം. എസ്എഫ്ഐ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി. എസ്എഫ്ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇഡിയും നടപടി തുടങ്ങിയത്. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതിനാൽ ഇഡി കേസ് നിലനിൽക്കുമെന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു. നവമി, മാസപ്പടിയിൽ കൂടുതൽ പിടിമുറുക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസികൾ എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് എസ്എഫ്ഐക്ക് പിറകെ ഇഡിയും വിവരങ്ങൾ തേടിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? എന്തായാലും മാസപ്പടി കേസിൽ വീണ വിജയനെ വിചാരണ നേരിടാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡി കൂടി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇതിലെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇനി ഇഡിയുടെ അന്വേഷണവും. ഇതിൽ ആദ്യഘട്ടം എന്നോണം എസ്എഫ്ഐയിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കമ്പനി വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് CMR കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ കോടികൾ കൈപ്പറ്റി എന്നൊരു ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എസ്എഫ്ഐയുടെ ഒക്കെ ഒരു അന്വേഷണവും അതിന്റെ ഒരു കുറ്റപത്രത്തിലേക്ക് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇതിൽ ഇഡിയുടെ ഒരു അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇഡിയും എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരശേഖരണം നടത്തും. ആവശ്യമെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ മാസപ്പടി കേസിൽ ഇപ്പോൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വീണ വിജയനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരിമണൽ കമ്പനിയുടെ ഉടമകളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അപർണ, എസ്എഫ്ഐ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ഇഡി. എസ്എഫ്ഐയുടെ കുറ്റപത്രത്തിന് തൊട്ട് പിറകെ ഇഡിയും അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ചെയ്യാൻ വീണ വിജയനെ വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ.